ഇടതുവശത്ത് കാണുന്നതാണ് മുബാറക്കിയ സൂഖ്. അതിനകത്ത് ഒന്ന് കയറണം. വ്യത്യസ്തമായ കാഴ്ചകളുള്ള ഒരു മാർക്കറ്റാണത്. ഞങ്ങളുടെ വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തു. ഞങ്ങൾ സൂക്കിനകത്തേക്ക് നടന്നു. നേരമിപ്പോൾ 2 മണിയായിട്ടുണ്ട്. മനോഹരമാണ് പ്രദേശം. ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ചാരുബെഞ്ചുകൾ, കൂടാരങ്ങളുടെ ചുവട്ടിൽ റെസ്റ്റോറന്റുകൾ. പഴമയുടെ ഇടമാണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് ആകർഷകമാകും വിധം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുടകളുടെ ചുവട്ടിൽ നിരത്തിയിട്ടിരിക്കുന്ന മേശകസേരകൾ. നല്ല തണുപ്പ് കൂടി ഉള്ളതുകൊണ്ട് ഇവിടെ ചൂടുള്ള ഭക്ഷണം കഴിച്ചിരിക്കുന്നത് രസമായിരിക്കും. യൂറോപ്പിലെ പഴയ നഗരങ്ങളിലൊക്കെയുള്ള വിധമാണ് ഇതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആളുകൾക്ക് പുറത്തിരുന്ന് ഭക്ഷണം ആസ്വദിക്കാവുന്ന ഫുഡ് സ്ട്രീറ്റുകൾ വരണം. അത് ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും സവിശേഷമായ ഒരു അനുഭവം തന്നെയാണ്. നല്ല ഷെൽട്ടറും ലൈറ്റിംഗും വൃത്തിയും ഭംഗിയുമുള്ള അന്തരീക്ഷവും വേണം. ഇത് കാണുക. എത്രയെത്ര മേശകസേരകളാണ് നിരന്നു കിടക്കുന്നത്. ഇത്ര കാലമായിട്ടും നമുക്ക് കേരളത്തിൽ ഇങ്ങനെയൊരു ഫുഡ് സ്ട്രീറ്റ് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ തട്ടുകടകളുടെ കാര്യമല്ല പറയുന്നത്. ആസൂത്രിതമായി തന്നെ അതൊരുക്കണം. വാഹനങ്ങളുടെയും മറ്റും ശല്യമേതുമില്ലാതെ നൂറുകണക്കിന് ആളുകൾക്ക് സൗകര്യപ്രദമായി പാതയോരത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയണം. ഫുഡ് സ്ട്രീറ്റിന്റെ മറ്റൊരു ഭാഗം മുഴുവൻ അടുക്കളകളാണ്. ആളുകൾക്ക് ഇരിക്കാൻ ഒരു ഭാഗം, മറ്റൊരു ഭാഗത്ത് റെസ്റ്റോറന്റുകളുടെ കിച്ചണുകൾ. ഞാനൊരു അടുക്കളയിലേക്ക് കയറി ചെന്നു. ഇവിടെ ഖുബ്സിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. മധ്യേഷ്യയിലെങ്ങും പ്രചാരത്തിലുള്ള വിഭവമാണ് ഖുബ്സ്. ഖൗബസ് എന്നും ഖുബസ് എന്നും ഖുബൂസ് എന്നുമെല്ലാം പല നാടുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം. കുവൈറ്റിൽ നിർമ്മിക്കുന്ന തരം ഖുബ്സ് ഇറാനിലും ഇറാഖിലുമെല്ലാം പ്രചാരത്തിലുള്ളതാണ്. വലിയ അടുപ്പിനുള്ളിൽ ഭിത്തിയിൽ ഒട്ടിച്ചുവെച്ചാണ് അത് ചുട്ടെടുക്കുന്നത്. തലയിണ പോലുള്ള ഒരു സംഗതിയിൽ വലിയ ഖുബ്സ് വിരിച്ചിട്ട് അത് നേരെ അടുപ്പിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചുവെക്കുന്നു. വെന്തത് ഒരു ചവണ കൊണ്ട് പുറത്തെടുക്കുകയും ചെയ്യുന്നു. വലിയൊരു ഫാക്ടറി പോലെയാണ് അടുക്കളയുടെ പ്രവർത്തനം. ഖുബ്സ് നിർമ്മാണത്തിൽ തന്നെ പല ജോലികൾ പലരായി ചെയ്യുന്നു. മാവ് ഉരുട്ടിയെടുക്കാൻ ഒരാൾ, അതെടുത്തുകൊണ്ടുപോയി പരത്തുന്നവരുടെ അടുത്തെത്തിക്കാൻ ഒരാൾ, പരത്തുന്നതും അടുപ്പിൽ ഒട്ടിക്കുന്നതും വേറൊരാൾ ആയിരിക്കും. മറ്റൊരു ഭാഗത്ത് 2 പേരുടെ ജോലി കബാബിനുള്ള മാംസം കമ്പിയിൽ കോർക്കലാണ്. ഒരു കലാരൂപം പോലെയാണ് അവർ അത് സൃഷ്ടിച്ചെടുക്കുന്നത്. ചേരുവകൾ ചേർത്ത് അരച്ചെടുത്ത മാംസം ഉരുട്ടിയെടുത്ത് പരന്ന ഇരുമ്പ് കോലിന്മേൽ ഒട്ടിച്ചുവെക്കുന്നു. തിളച്ച വെള്ളത്തിൽ കൈമുക്കിയാണ് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഈ മാംസം കനലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുക. കുവൈറ്റിൽ ഏറ്റവും പ്രചാരമുള്ളത് ഇത്തരം കബാബാണ്. എനിക്കിതിലും ഇഷ്ടം മാംസം അരച്ചെടുക്കാതെ കഷ്ണമായി തന്നെ കമ്പിയിൽ കോർത്ത് ചുട്ടെടുക്കുന്നതാണ്. റഷ്യയിൽ അതിന് ഷഷ്ലിക്കി എന്ന് പറയും. അതീവ രുചികരമാണത്. ഒരു യന്ത്രം പോലെ പണി തുടരുകയാണ് ജോലിക്കാർ. അങ്ങനെ എല്ലാ ഭക്ഷണവും നിരന്തരം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫുഡ് ഫാക്ടറി എന്ന് തന്നെ മുബാറക്കിയ ഫുഡ് കോർട്ടിലെ ഈ അടുക്കളയെ വിശേഷിപ്പിക്കാവുന്നതാണ്. പാചകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ നിന്നും ഞാൻ സൂഖ് അൽ മുബാറക്കിയയുടെ പ്രധാന ഭാഗത്തേക്ക് കയറിച്ചെന്നു. എന്തും ഏതും ലഭിക്കുന്ന അതിവിസ്തൃതമായ ഒരു ചന്തയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വിപണനമാണ് ഈ ഭാഗത്ത്. പാക്കറ്റ് ഫുഡ് ഒരു വശത്ത്, മറുഭാഗത്ത് പഴങ്ങളാണ്. കണ്ടാൽ കൊതി തോന്നുന്ന നല്ല തിളങ്ങുന്ന പഴങ്ങൾ. ജോർദാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തായ്ലാന്റിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമെല്ലാം ഇവിടേക്ക് പഴങ്ങളും പച്ചക്കറികളും എത്തുന്നുണ്ട്. ക്യാബേജും ക്യാപ്സിക്കവും തക്കാളിയും വെളുത്തുള്ളിയും ആപ്പിളും വാഴപ്പഴവും തുടങ്ങി എല്ലാമുണ്ട് സ്റ്റാളുകളിൽ. ഉച്ചകഴിഞ്ഞ് നേരമായതിനാലാണ് തിരക്ക് കാണാത്തത്. സൂഖിന്റെ എല്ലാ ഭാഗങ്ങളും ഏതു സമയത്തും നല്ല വൃത്തിയോടെയാണ് കിടക്കുക. സൂഖിന്റെ മറ്റൊരു ഭാഗം മത്സ്യച്ചന്തയാണ്. ഞാൻ അവിടേക്ക് കടന്നു ചെന്നു. വളരെ വൃത്തിയോടെ ഒരുക്കി വെച്ചിരിക്കുന്ന മാർക്കറ്റ്. പച്ചമീനിന്റെ ഗന്ധമുണ്ട്. എങ്കിലും ആകർഷകമായ ഒരു ആംബിയൻസ് ഉള്ള മാർക്കറ്റാണ്. വലിയ ഹാൾ. ഇപ്പോൾ അധികം ആളുകളൊന്നുമില്ല. രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ ഏറ്റവും അധികം കച്ചവടം നടക്കുന്നത്. വെളുത്ത ആഗോലി ഉൾപ്പെടെ കേരളത്തിലെ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്ന മീനുകളെല്ലാമുണ്ട്. ചെമ്മീനും ഞണ്ടും വേറെ. മാർക്കറ്റിന്റെ കാഴ്ചകളിലൂടെ ഞാൻ ഒന്നു നടന്നു.
ചെമ്മീൻ പൊളിച്ച് ക്ലീൻ ചെയ്താണ് വച്ചിരിക്കുന്നത്. മീനുകളെല്ലാം ഇവിടെ തന്നെ വെട്ടി ഉരുക്കി നൽകുകയും ചെയ്യും. ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കുവൈറ്റിലെ മത്സ്യ മാർക്കറ്റുകളിലേക്ക് മീൻ എത്തുന്നുണ്ട്. ആഗോലിയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നി. ആവോലി എന്നും അറിയപ്പെടുന്ന ഇക്കൂട്ടർ കേരളത്തിൽ ഏറ്റവും വില കൂടിയ മത്സ്യങ്ങളിലൊന്നാണല്ലോ. ഇവിടെ ഒരാൾ കൂന്തൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂന്തലിനുള്ളിലെ മഷി ഒഴിവാക്കിയ ശേഷം കഴുകി വൃത്തിയാക്കിയാണ് വിൽപ്പന. കൂന്തൽ, കണവ തുടങ്ങിയവയ്ക്ക് ഈ മാർക്കറ്റിൽ നല്ല വിൽപ്പനയാണ്. ശ്രീലങ്ക, തായ്ലാന്റ്, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് കുവൈറ്റിലെ മാർക്കറ്റുകളിലേക്ക് മത്സ്യം കൂടുതലായി എത്തുന്നത്. മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്ത് ഉണക്കമീനിന്റെ കച്ചവടമാണ്. കുവൈറ്റിലും ഉണക്കമീനിന് ധാരാളം ആവശ്യക്കാരുണ്ട്. നിരവധി സ്റ്റാളുകൾ. 200 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന മാർക്കറ്റാണിത്. 1990-ലെ ഇറാഖ് അധിനിവേശ കാലത്ത് ഈ മാർക്കറ്റ് കെട്ടിടത്തിന് വലിയ തോതിൽ നാശം സംഭവിച്ചിരുന്നു. തുടർന്ന് പുനരുദ്ധരിച്ചപ്പോഴാണ് ഇത് കൂടുതൽ വൃത്തിയിലും ഭംഗിയിലും ഒരുക്കിയത്. കുവൈറ്റിലെ മത്സ്യബന്ധന ബോട്ടുകൾ ഈ രാജ്യത്തിന് ആവശ്യമായ മത്സ്യത്തിന്റെ 20% മാത്രമേ ഓരോ ദിവസവും കൊണ്ടുവരുന്നുള്ളൂ. മത്സ്യ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി മുബാറക്കിയ സൂക്കിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി. ഇവിടെ ലഭ്യമാകാത്തതായി ഒന്നും തന്നെയില്ല എന്ന് പറയാം. ബാഗുകൾ, വസ്ത്രങ്ങൾ, വൈവിധ്യമാർന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിങ്ങനെ എല്ലാമുണ്ട്. ഒറിജിനൽ സ്വർണത്തെ വെല്ലുന്ന ഇമിറ്റേഷൻ ഗോൾഡിന്റെ ഷോപ്പുകളും സൂക്കിനകത്തുണ്ട്. ഇത് ധരിച്ചു നടക്കുമ്പോൾ യഥാർത്ഥ സ്വർണം തന്നെയാണെന്നേ തോന്നുകയുള്ളൂ. കുവൈറ്റിലെ മലയാളികൾ നാട്ടിലേക്ക് മടങ്ങും മുൻപ് സാധനങ്ങൾ വാങ്ങാൻ ഈ സൂക്കിലൊന്ന് കയറിയാൽ മതി. വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനിക്കാനുള്ള വൈവിധ്യമാർന്ന എല്ലാ വസ്തുക്കളും ഇവിടെ കിട്ടും. സൂക്ക് മുബാറക്കിയ വലിയൊരു ലോകം തന്നെയാണ്. നൂറുകണക്കിന് കടകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പച്ചക്കറി, മത്സ്യം, മാംസം, ഇലക്ട്രോണിക് വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നു തുടങ്ങി ഇവിടെ ലഭിക്കാത്തതൊന്നുമില്ല. ഇവിടുത്തെ മാംസ മാർക്കറ്റ് അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്. അത് ഇതിന്റെ മറ്റൊരു ഭാഗത്താണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളും തനത് അറേബ്യൻ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടകൾ. ഇടനാഴികളിലെല്ലാം കച്ചവടക്കാരുടെ നിരയുണ്ട്. സൂക്ക് അൽ മുബാറക്കിയയുടെ വിശാലതയിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.